യെസ്, ശ്രീ ഫ്രാൻസിസ് ആൽബർട്ട്, ഇവിടെ സംവരണം, ആനുകൂല്യം അത് അനിവാര്യമാണ്. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ജാതി, ഒരു കുലത്തൊഴിൽ അത് ചെയ്യുന്നവർക്ക് അവരുടേതായ ഒരു ആനുകൂല്യം സർക്കാർ ജോലികളിലായി കഴിഞ്ഞാലും മറ്റേത് തരത്തിലായി കഴിഞ്ഞാലും സംവരണം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സംവരണം എന്നുള്ള ഒരു നിയമാവലി ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അത് അട്ടിമറിക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ലത്തീൻ കത്തോലിക്ക ഐക്യവേദി സംസ്ഥാന ഭാരവാഹി എന്ന രീതിയിൽ സഭാ നേതൃത്വവുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ? ആ സഭാ നേതൃത്വം, കാരണം ഇവിടെ സഭാ നേതൃത്വമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, ആ സഭാ നേതൃത്വം എന്തു മറുപടിയാണ് താങ്കൾക്കടക്കം ലഭിച്ചത്? സഭാ നേതൃത്വവുമായി പലതരത്തിൽ പല പ്രാവശ്യം വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുകയും ന്യൂനപക്ഷ കമ്മീഷൻ്റെയും പിന്നോക്ക സമുദായ കമ്മീഷൻ്റെയൊക്കെ മുമ്പിൽ പലപ്പോഴായി ഇതിൻ്റെ തെളിവെടുപ്പുകൾ നടത്തിയിട്ടുമുണ്ട്. ഇതൊക്കെ ഒരു പ്രഹസനമായിരുന്നു. കാരണം ഭരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ ആളുകളാണ് ഈ കമ്മീഷനിൽ ഇരിക്കുന്നത്. അവരിറക്കുന്ന ജിയോയ്ക്കും ഭരണകർത്താക്കൾ പറയുന്നതിനപ്പുറം അവരെങ്ങനെ വരും? ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയതിന് ശേഷം തന്നെ സഭയിൽ നിന്ന് തന്നെ പല ഭീഷണികളും വരികയാണ്. എന്തിനാണ് ഇപ്രകാരം സഭയ്ക്കെതിരെ സംസാരിച്ചതെന്ന്? ഞാൻ സഭയ്ക്കെതിരെ അല്ല സംസാരിക്കുന്നത്. എത്ര ജീവന് ഭീഷണി ഉണ്ടായാലും ലത്തീൻ കത്തോലിക്ക മുക്കുവന് മത്സ്യമേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കും പരമ്പരാഗതമായി അതിൽ ഉപജീവനം നടത്തുന്നവർക്കുമുള്ള അവകാശം, സംവരണം അവർക്ക് തന്നെ നൽകണമെന്നാണ് എൻ്റെ ശക്തമായ വാദം. അതിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ ലത്തീൻ കത്തോലിക്ക ഐക്യവേദിയും സമ്മതിക്കുകയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരൻ പറയുന്നത് പോലെ നിർബന്ധിച്ച് ആരെയും മതം മാറ്റിയിട്ടില്ല എന്നെനിക്ക് പറയാം. പക്ഷേ ആഗ്രഹപ്രകാരം വന്ന് മതം മാറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ജാതി മാറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് തെറ്റായ നടപടിയാണ്.